ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹായ്, പുള്ളിയും പോലീസുകാരനാ? ഔ ഔ, കഷ്ടം കഷ്ടം, പോലീസുകാരൊക്കെ ഒരു ഗതികേടേ. ഇവിടെ അടികൂടാൻ പറ്റിയ സ്ഥല. ഇങ്ങ് വാ, ഇങ്ങ് വാ. ഇവിടെ നല്ല സ്ഥലമുണ്ട്. മോളെ, ഇത് ഞാൻ ഗുരുവായൂരിന്ന് വാങ്ങിച്ചതാ, എന്റെ വിഷ്ണുവിന്റെ പെണ്ണിന് വേണ്ടി. മോളെ, രാഘവേട്ട എങ്ങനെയുണ്ട്? ഇവൾക്ക് ഈ മാല ഇണങ്ങുന്നുണ്ടോ? പറ രാഘവേട്ട, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ആമയുടെ സെലക്ഷൻ അല്ലേ, അതും മരുമകളെ മനസ്സിൽ കണ്ടുകൊണ്ട് വാങ്ങിച്ചത്. മോശമാവാൻ ഒരു വഴിയില്ലല്ലോ. നന്നായിട്ടുണ്ട് സത്യമ്മേ, എനിക്ക് മാല ഒരുപാട് ഇഷ്ടമായി. ഭഗവാന്റെ കടാക്ഷം എപ്പോഴും എന്റെ കുട്ടിക്കുണ്ടാവട്ടെ. എന്റെ കൊച്ചിനെ കരയിച്ച മാല അത് അധിക നാൾ ഇട്ടോണ്ട് നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ കമല. ആ ആശാനെ, എടാ ഞാനേ അവിടെ വന്നിട്ട് വിളിച്ചാ മതിയോ? എന്താ ആശാനെ തിരക്കില്ല? ആ എടാ കുറച്ച്, ഞാനേ ആ മേൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താ. ഇവിടെ ഒരു പാർട്ടിക്ക് ഇത്തിരി കാശ് വേണം. അപ്പൊ ഈടായിട്ട് ഇവിടെ സ്ഥലം മാത്രമേ ഉള്ളൂ, അപ്പൊ അത് നോക്കാൻ വേണ്ടി വന്നതാ. ആ ശരി ആശാനെ, അപ്പൊ തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്ക്. ആ ഞാൻ വിളിക്കാം. സർ, ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. മേൽപ്പാലം എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അവനെ ലോക്ക് ചെയ്തിരിക്കും. നിങ്ങള് പോലീസുകാരാന്നുള്ള കാര്യം നിങ്ങളെ ഇടി അവന്റെ നെഞ്ചും കൂടെ തകർക്കുമ്പോഴേ അവൻ അറിയാൻ പാടുള്ളൂ. ആ സാർ, ഭാര്യ കളക്ടറാന്നുള്ള അവന്റെ അഹങ്കാരം ഉണ്ടല്ലോ, ഇന്നത്തോടെ അതങ്ങ് തീർത്തേക്കണം. അവനെ ഈ അടിയിൽ എവിടെങ്കിലും നടു തളർത്തി കടത്തിയാൽ കുറച്ച് കാശ് ഞാൻ നിന്റെയൊക്കെ കൈവെള്ളലുണ്ടെങ്കിൽ വെച്ച് തരും. ഒറ്റയ്ക്ക് എനിക്ക് അറിയാമായിട്ടല്ല, ആള് കൂടിയാലേ പാമ്പ് ചാവില്ലെന്നാ പറയുന്നത്. പക്ഷേ ചില വിഷം കൂടിയ പാമ്പിനെ കൊല്ലാൻ ആളല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അവന്റെ പത്തി അടിച്ച് താഴെ ഇടുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് എത്താം. ശരി സാർ. വെച്ചോ. ഇന്നവൻ പടമായിട്ട് ഭിത്തിയിൽ കയറും. എന്താണോ ചന്ദ്രബോസ് സാർ പറയുന്നേ? അവന്റെ പത്തി അടിച്ച് തകർത്തിടാൻ അപ്പോഴേക്കും എത്താന്ന്. എന്നാ പിന്നെ ഇനിയൊന്നും നോക്കണ്ട, പുറകെ വിടുകയല്ലേ. സ്കെച്ച് ഇട്ടാന്ന് മനസ്സിലായി. ഇതെവിടുന്ന കൊട്ടേഷൻ? കുറച്ച് നാളായി കിട്ടിയിട്ട്, അവസരം ഒത്തുവന്ന് ഇപ്പോഴാ. ഞാനേ കുറച്ച് നാളായിട്ടൊന്ന് ഒത്തു കിട്ടാൻ വേണ്ടി നടക്കുകയായിരുന്നു. ഈ കയ്യും കാലൊക്കെ ഒന്ന് ശരിക്കും ആട്ടിയിട്ട് കുറച്ച് കാലായി. നിന്റെ കയ്യും കാലുവേ ഞങ്ങളിന്ന് നന്നായിട്ട് ആട്ടി കാണിച്ചു തരാം. അല്ല, നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ? നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും തന്നെ ധാരാളം. എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. അല്ല, സാധാരണ ഇങ്ങനെ വരുമ്പോ ഒരു മിനിമം 3 പേരെങ്കിലും വരാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ.
ദേ, എന്റെ ഊഹം ശരിയാണല്ലോ. ദേ, 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 ദേ മൂന്നാമൻ. ഏയ്, ദേ നിക്കണു മസിലും പിടിച്ചിട്ട്. ദേ ദേ. ഹാ, എന്റെ ഊഹം ശരിയാണല്ലോ. ദേ ആ പുള്ളി നമ്മളെ നോക്കിക്കുന്നതല്ലേ? ഹായ്, പുള്ളിയും പോലീസുകാരനാ? ഔ ഔ, കഷ്ടം കഷ്ടം, പോലീസുകാരൊക്കെ ഒരു ഗതികേടേ. ദേ, ഇവിടെ അടികൂടാൻ പറ്റിയ സ്ഥല. ഇങ്ങ് വാ, ഇങ്ങ് വാ. ഇവിടെ നല്ല സ്ഥലമുണ്ട്. പിന്നെ അപ്പുറത്തെ റബ്ബറും കാടാ. അപ്പൊ പിന്നെ വീണ വലിയ പരിക്കൊന്നും പറ്റില്ല. വാ വാ. അല്ല, 3 പേരും പോലീസുകാരാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ പോലീസുകാരെ തല്ലിയിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസാ. അല്ല, ഇനിയിപ്പോ ഈ കൊട്ടേഷൻ എവിടുന്നാന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സാധാരണ ഈ ACP റാങ്ക് മുതൽ മുകളിലേക്ക് തല്ലിയിട്ടാണ് എനിക്ക് ശീലം. അല്ല, ഇപ്പൊ നിങ്ങളുടെ റാങ്ക് ഞാൻ നോക്കുന്നില്ല കേട്ടോ. പക്ഷേ ഈ തല്ല് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അല്പം റോങ് ആവും. എന്നാ പിന്നെ തുടങ്ങാം. എന്നാ പിടിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, 3-4 ആഴ്ചയായിട്ട് വർക്കത്തുള്ള ഒരുത്തരെ തണ്ടിക്ക് തരമായിട്ട് കിട്ടിയിട്ടില്ല. അല്ല, അതിന്റെ ഒരു ആവേശത്തിൽ ചെയ്തു പോയതാ. അല്ല, ഇനിയിപ്പോ പതുക്കെ ആക്കണോ? ആക്കാം. നിങ്ങൾ പറയുന്ന രീതിയിലാ നിങ്ങൾക്ക് ഇടി. നിങ്ങളെ പറഞ്ഞു വിട്ടവൻ ആരാധന ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ അതവൻ ആരാണെങ്കിലും പോയി പറഞ്ഞേക്ക്, ഇത് വിഷ്ണുവാണ്. 10 അവതാരങ്ങൾ ഒന്നിച്ചു ചേർന്ന ജഗതപാലകന്റെ പേരോട് കൂടിയിട്ടുള്ള വിഷ്ണുവാ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും ഈ വിഷ്ണു വീഴില്ലടാ, വീഴ്ത്താൻ പറ്റില്ലടാ. ഇനി നിന്റെ ഒന്നും കയ്യേ ഒരാളുടെ മേലും പൊങ്ങരുത് കേട്ടോ.